ഇന്നത്തെ നമ്മുടെ ക്ലാസ് സ്പീഷീസ് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞ മോഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ്സാണ്. സ്പീഷീസ് ഇൻട്രാക്ഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ബയോളജിക്കൽ ഇൻട്രാക്ഷൻ, the effect that a pair of organisms living together in a community on each other. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു കൂട്ടം ജീവജാലങ്ങൾക്കിടയിൽ നടക്കുന്ന പരസ്പര ബന്ധത്തെ, അല്ലെങ്കിൽ അത് ഭക്ഷണത്തിനോ ഷെൽട്ടറിനോ ഒക്കെ വേണ്ടി നടത്തുന്ന പരസ്പര ഇൻട്രാക്ഷനെയാണ് അല്ലെങ്കിൽ പരസ്പര ബന്ധത്തെയാണ് നമ്മൾ ബയോളജിക്കൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഇൻട്രാക്ഷൻ ഒന്നുകിൽ ഒരേ സ്പീഷീസുകൾ ഇടയിലാകാം, അതിനെ നമ്മൾ ഇൻട്രാ സ്പെസിഫിക് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നു. ഡിഫറെൻറ്റ് സ്പീഷീസുകൾക്ക് ഇടയിലാണെന്നുണ്ടെങ്കിൽ അതിനെ ഇൻട്രാ സ്പെസിഫിക് ഇൻട്രാക്ഷൻ എന്നാണ് പറയുക. അപ്പം സ്പീഷീസ് ഇൻട്രാക്ഷനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. സ്പീഷീസ് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിയിൽ പല ജീവജാലങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന സാഹചര്യത്തിൽ ജീവജാലങ്ങൾക്ക് ഇടയിലുണ്ടാകുന്ന ഭക്ഷണത്തിനും ഷെൽട്ടറിനും അതിൻ്റെ സർവൈവലിനും വേണ്ടി നടക്കുന്ന പരസ്പര ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ പരസ്പര പ്രതികരണങ്ങളെയാണ് നമ്മൾ ബയോളജിക്കൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. Then the effect may be short term like pollination and predation. ഈ ഇൻട്രാക്ഷൻ ഒന്നുകിൽ പോളിനേഷൻ പോലെയുള്ള ഒരു ഷോർട്ട് ടേം ഇൻട്രാക്ഷൻ ആകാം, അല്ലെങ്കിൽ പ്രിഡേഷൻ പോലെയുള്ള ഒരു ഇൻട്രാക്ഷനും ആകാം. അത് ലോങ് ടേം ആണ്, കാരണം നിരന്തരമായിട്ട് പ്രിഡേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രിഡേഷൻ പ്രെഡേറ്റർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ലോങ് ടേം ആണ്. അതായത് എത്രത്തോളം അതിൻ്റെ സർവൈവൽ നീണ്ടു നിൽക്കുന്നു അതിനനുസരിച്ച് ആ റിലേഷൻഷിപ്പ് നീണ്ടുപോകും. Both often strongly influence the evolution of the species involved. അപ്പോൾ ഈ സ്പീഷീസ് ഇൻട്രാക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് വരുമ്പോൾ ഇത്തരം സ്പീഷീസ് ഇൻട്രാക്ഷനുകളാണ് എവല്യൂഷണറി പ്രോസസ്സിൽ അല്ലെങ്കിൽ ആ സ്പീഷീസിൻ്റെ ഇൻട്രാക്ഷൻ അതിൻ്റെ എവല്യൂഷണറി ചേഞ്ചസിന് ഇടയാക്കും. ഇപ്പം ബീസിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബീസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നെക്ടർ അല്ലെങ്കിൽ തേൻ കണ്ടെത്തുന്ന ഇതെങ്ങനെയാണെന്നുള്ള പഠനങ്ങളൊക്കെ നടന്നപ്പോൾ ബീസ് ഡാൻസിങ് അല്ലെങ്കിൽ ബീസിൻ്റെ ഡാൻസിങ് പ്രോസസ്സ് ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ആ ഡാൻസിങ് മൂവ്മെൻ്റ് എന്നൊക്കെ പറയുന്നത് മറ്റ് ബീസുകളെ എന്താണ് ഈ ഒരു പോളിനേഷൻ അല്ലെങ്കിൽ ഈ നെക്ടർ ഹണി കിട്ടുന്ന സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതാണ്. അതൊരു എവല്യൂഷണറി ചേഞ്ചാണ്. ഇനി നമുക്ക് ഈ പ്രേയിങ് മാൻറ്റിസ് പോലെയുള്ള ജീവജാലങ്ങൾ എടുക്കുക. ഈ പ്രേയിങ് മാൻറ്റിസ് എടുക്കുകയാണെങ്കിൽ അതൊരു വൊറേഷ്യസ് ഫീഡർ എന്നാണ് പറയുക. കാരണം വളരെ പെട്ടെന്ന് അതിനെ പ്രേയെ പിടിച്ച് അത് വളരെ സ്പീഡായിട്ട് ച്യൂ ചെയ്യാൻ അല്ലെങ്കിൽ കടിച്ച് പറിച്ച് തിന്നാനായിട്ടുള്ള അതിൻ്റെ മൗത്ത് പാർട്സ് അത്രത്തോളം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സിമ്പിൾ ഓർഗാനിസംസ് എടുക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. ഹയർ ഓർഗാനിസംസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻറ്റയർലി അതിൻ്റെ ഫിസിക്കൽ ചേഞ്ചസ് ഒക്കെ എവല്യൂഷണറി ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് വന്ന ബയോളജിക്കൽ ഇൻട്രാക്ഷൻ്റെ എവല്യൂഷണറി ഡെവലപ്മെൻറ്റുകളാണ്. An organism's interaction with its environment are fundamental to the survival of that organism. ഒരു ഇൻട്രാക്ഷൻ പലപ്പോഴും അതിൻ്റെ സർവൈവലിന് വേണ്ടിയിട്ടായിരിക്കും അത് ഇൻട്രാക്ട് ചെയ്യുക. ആൻഡ് ഫങ്ഷനിങ് ഓഫ് ദ എക്കോസിസ്റ്റം ആസ് വെൽ. അപ്പം ബയോളജിക്കൽ ഇൻട്രാക്ഷൻ ഒരു ജീവിയുടെ സർവൈവലിനെ സഹായിക്കുന്നതോടൊപ്പം തന്നെ ആ ഇക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷനിങ്, ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷനിങ് എന്ന് പറയുന്നാൽ ഏതെങ്കിലും ഒരു ജീവജാലങ്ങളുടെ എണ്ണം കൂടാതെ നിലനിർത്തുക അല്ലെങ്കിൽ കുറയാതെ നിലനിർത്തുക, ഈ പറയുന്നത് പോളിനേഷൻ പോലെയുള്ള പ്രവർത്തനങ്ങൾ, സീഡ് ഡിസ്പേഴ്സൽ പോലെയുള്ള അങ്ങനെ ഒരു എക്കോസിസ്റ്റം കണ്ടിന്യൂസ് ആയിട്ട് അത് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിൽ സ്പീഷീസ് ഇൻട്രാക്ഷന് വലിയ ഒരു റോള് ഉണ്ടെന്നർത്ഥം. വൈ ആർ ഇക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ് ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് ഇക്കോളജിക്കൽ ഇൻട്രാക്ഷൻ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പ്രാധാന്യം എന്ന് ഇവിടെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ആസ്പെക്റ്റുകളെ കുറിച്ചിട്ടാണ്. എന്തുകൊണ്ടാണ് ഈ ബയോളജിക്കൽ ഇൻട്രാക്ഷൻ ഇത്ര പ്രാധാന്യം, അതിൻ്റെ പ്രാധാന്യം എന്താണ്, എന്തെല്ലാം റോളുകളാണ് ഇത്തരം ഓർഗാനിസംസ് എക്കോസിസ്റ്റത്തിൽ നിർവഹിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ എത്ര ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ ഇൻട്രാക്ഷനെ കുറിച്ച് പഠിക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തത് ഇൻട്രാക്ഷൻ മേ അഫക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അബണ്ടൻസ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബയോളജിക്കൽ ഇൻട്രാക്ഷൻ മൂലമാണ് അല്ലെങ്കിൽ സ്പീഷീസ് ഇൻട്രാക്ഷൻ മൂലമാണ് ഭൂമിയിൽ മൊത്തത്തിൽ ജീവജാലങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഓരോ ജീവജാലങ്ങൾ ഓരോ സ്ഥലത്ത് വളരെ കൂടുതലായിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് എത്തപ്പെട്ടതും അവിടെ അതിനെ സർവൈവ് ചെയ്യാൻ പറ്റിയെങ്കിൽ അവിടെ സർവൈവ് ചെയ്തതും ഒക്കെ ഈ ഇൻട്രാക്ഷൻ മൂലമാണ്. അതുപോലെ അബണ്ടൻസ്, അതായത് ജീവജാലങ്ങളുടെ എണ്ണം കൂടിയത്, അതായത് ജീവജാലങ്ങളുടെ ഡെൻസിറ്റി കൂടിയ തുടങ്ങിയ പ്രോസസ്സൊക്കെ ഇൻട്രാക്ഷൻ മൂലമാണ് സംഭവിക്കുക. ഇപ്പം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോഴേക്കും ഇപ്പം ഭൂമിയിൽ
ഇപ്പം എലഫൻറ്റിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എലഫൻറ്റ് കാണപ്പെടുന്ന രണ്ട് പ്രദേശങ്ങളെന്ന് പറയുന്നത് ഒന്ന് ആഫ്രിക്കയും ഒന്ന് ഏഷ്യൻ കോണ്ടിനെൻറ്റുമാണ്. ബാക്കി സ്ഥലങ്ങളിലൊന്നും എന്തില്ല, ഈ എലഫൻറ്റ് എന്ന് പറയുന്ന ഒരു ജീവിയെ നമുക്ക് കാണാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ കാണാൻ കഴിയത്തില്ല. അപ്പോൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ നമുക്ക് നോക്കുകയാണെങ്കിൽ അതിനൊരു എവല്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചസ് ഒരു ലോങ് ടേം വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ഉണ്ട്. അത് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യമാണ്. അതായത് ആഫ്രിക്കയിലാണ് ശരിക്കും ഏഷ്യൻ അല്ലെങ്കിൽ ഈ എലഫൻറ്റ് ഒറിജിനേറ്റ് ചെയ്തത്. കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് വന്നപ്പോഴേക്കും, കോണ്ടിനെൻ്റ് മുറിഞ്ഞു പോയപ്പോഴേക്കും ഏഷ്യൻ കോണ്ടിനെൻറ്റിലേക്ക് വന്ന ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലൂടെ ഒക്കെയാണ് ഈ പറഞ്ഞ ഓർഗാനിസംസ് ഇവിടെ എത്തിപ്പെട്ടതെന്ന് പറയുന്നു. പിന്നീട് ഡെസേർട്ട് പോലെയുള്ളതോ അല്ലെങ്കിൽ മൗണ്ടൻ റേഞ്ചസ് പോലെയുള്ളതോ ഒക്കെ ആയിട്ടുള്ള എക്കോളജിക്കൽ ബാരിയേഴ്സ് ഈ പറഞ്ഞതുപോലെ സ്പീഷീസിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം എക്കോസിസ്റ്റത്തിൽ സ്പീഷീസ് ഇൻട്രാക്ഷൻ സ്പീഷീസിൻ്റെ ഡിസ്ട്രിബ്യൂഷനെയും അതിൻ്റെ അബണ്ടൻസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, രണ്ട് പ്രധാനപ്പെട്ട റോള് സ്പീഷീസ് ഇൻട്രാക്ഷൻ മൂലമാണ് ഉണ്ടാക്കപ്പെടുന്നത്. Then interactions can influence evolution. ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ സ്പീഷീസ് ഇൻട്രാക്ഷൻ എന്തിനിടയാക്കാം? എവല്യൂഷനിടയാക്കാം. ഇപ്പം നമ്മളുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ എവല്യൂഷനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് കടലിലാണെന്നും ആ കടലിൽ നിന്നും യൂണിസെല്ലുലാർ ഓർഗാനിസംസ് മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ് ആയിട്ട് മാറി അത് പതുക്കെ കരയിലേക്ക് വന്ന് സ്പീഷീസിൻ്റെ ഡൈവേഴ്സിറ്റി ഉണ്ടായതെന്നും മനുഷ്യൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അൾട്ടിമേറ്റായിട്ട് ഈ പറഞ്ഞതുപോലെ കുരങ്ങനിൽ നിന്ന് അല്ലെങ്കിൽ ഏബ്സിൽ നിന്നും മനുഷ്യനുണ്ടായി എന്നുള്ളതാണ് എവല്യൂഷണറി പ്രോസസ്സ്. അപ്പം ഈ എവല്യൂഷണറി ചേഞ്ചിൽ എങ്ങനെയാണ് എവല്യൂഷൻ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് എവല്യൂഷണറി തിയറിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഒക്കെ തന്നെ നമ്മൾ ഡാർവിൻ്റെ തിയറി നമ്മൾ പഠിക്കുമ്പോൾ എക്കോസിസ്റ്റവുമായിട്ട് അല്ലെങ്കിൽ ഒരു ചുറ്റുപാടുമായിട്ട് ജീവികൾ നടത്തിയ ഇടപെടലുകൾ അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്ത പ്രോസസ്സ് അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്ത റിയാക്ഷൻസ് ആണ് ബെനിഫിഷ്യലായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നതിനും നോൺ ബെനിഫിഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്ത ക്യാരക്ടേഴ്സ് നഷ്ടപ്പെട്ടു പോകുന്നതിനുമൊക്കെ ഇടയാക്കിയത് സ്പീഷീസ് ഇൻട്രാക്ഷനാണ്. അപ്പം നമുക്ക് ഡാർവിൻ്റെ തിയറി ഉണ്ട്, അതുപോലെ ലാമാർക്കിൻ്റെ തിയറികളുണ്ട്. അപ്പം ഇത്തരം തിയറികളൊക്കെ എവല്യൂഷണറി പ്രോസസ്സിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എല്ലാ തിയറിയും അതിൻ്റെ എക്കോസിസ്റ്റവുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പം ചുറ്റുപാടുമായിട്ട് ഇപ്പം ഡാർവിൻ ഫിഞ്ചസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പം ഡാർവിൻ ഫിഞ്ചസിൽ ആ ഫിഞ്ചസിൻ്റെ പീക്ക് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് അതിന് പറ്റിയ ഭക്ഷണം അല്ലെങ്കിൽ അതിനെ കണ്ടെത്താനായിട്ട് കിട്ടുന്ന ഭക്ഷണം ഏത് തരത്തിലുള്ളതാണോ ആ തരത്തിലുള്ള ഭക്ഷണം കണ്ടെത്തുന്നതും അത് പിടിക്കുന്നതിനുമായിട്ട് തക്ക വിധത്തിലുള്ള പീക്കിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ചേഞ്ചസ് ആണ്. അപ്പം അത്തരം ചേഞ്ചസ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് ആ ഒരു ഫിഞ്ചസ് ആ എക്കോസിസ്റ്റത്തിൽ അത് കണ്ടെത്തുന്ന അതിന് വേണ്ടുന്ന പ്രേ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഇരയെ കണ്ടെത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻട്രാക്ഷനിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഇവിടെ ഒരു പടം നല്ല രസകരമായിട്ടുള്ള ഒരു പടമാണ്. മനുഷ്യൻ ഡെവലപ്പ് ചെയ്ത് വന്നത് ഈ പറയുന്നതുപോലെ സീലാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. ആ സീലിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്ന മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അവസാനം അവൻ്റെ എല്ലാ വൃത്തികേടുകളും വൃത്തികേടുകൾ എന്ന് പറയുമ്പോൾ എല്ലാ പൊല്യൂഷൻ അല്ലെങ്കിൽ എല്ലാ മാലിന്യങ്ങളും അവൻ ജന്മം എടുത്ത സ്ഥലത്തേക്ക് തന്നെ നിക്ഷേപിക്കുന്നതിൻ്റെ ഒരു പിക്ചറൈസേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു എന്നുള്ളത്. ഓക്കെ, ദെൻ സ്പീഷീസ് ഇൻട്രാക്ഷനിൽ രണ്ട് തരത്തിലുള്ള സ്പീഷീസ് ഇൻട്രാക്ഷൻ ഉണ്ട്. ഇൻ്റർ സ്പെസിഫിക്കും ഉണ്ട്, ഇൻട്രാ സ്പെസിഫിക് ഇൻട്രാക്ഷൻ ഉണ്ട്. അതിൽ ഒന്നാമത്തെ നമുക്ക് നോക്കാം, അല്പം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇൻ്റർ സ്പെസിഫിക് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഇൻ്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ. ഇൻ്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് അറ്റ് എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനിൽ വ്യത്യസ്ത ജീവജാലങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത സ്പീഷീസുകൾ തമ്മിൽ നടക്കുന്ന കോമ്പറ്റീഷനെയാണ് ഇൻട്രാക്ഷനെയാണ് ഇൻ്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് വിൽ അൾട്ടിമേറ്റ്ലി ലീഡ് ടു എവല്യൂഷണറി ചേഞ്ചസ്. അപ്പം ഇത്തരം ചേഞ്ചസ് അല്ലെങ്കിൽ ഇത്തരം കോമ്പറ്റീഷൻ എവല്യൂഷണറി ചേഞ്ചസിന് ഇടയാക്കും. അപ്പം ഇപ്പം ഇവിടെ ഒരു ഹൈന ഒരു ലയണിനെ വേട്ടയാടുന്ന ചിത്രമാണുള്ളത്. ഹൈന സാധാരണ ലയണാണ് ഏറ്റവും ടോപ്പ് കാർണിവറായിട്ടുള്ള ഒരു ജീവി എന്ന് പറയുന്നത്. പക്ഷേ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ജീവിയാണ് ഹൈന എന്ന് പറയുന്നത്. ഈ ഹൈന അതിൻ്റെ ഫിസിയോളജി നമുക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫിസിക്കലായിട്ടുള്ള സ്ട്രെങ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ലയണിനേക്കാളും വളരെ വലിപ്പം കുറവാണ്. ഫിസിക്കലായിട്ടുള്ള സ്ട്രെങ്ത് വ്യത്യാസമാണ്.
പക്ഷേ അതിൻ്റെ ബൈറ്റ്, അതിൻ്റെ കടിക്കാനുള്ള കഴിവെന്ന് പറയുന്നത് ലയണിനോടൊപ്പം, അല്ലെങ്കിൽ ലയണിനേക്കാൾ വലിയ ശക്തിയിൽ കടിക്കാനുള്ള ഒരു കഴിവ് ഹൈനയ്ക്കും ലയണിനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പം ലയൺ ഫിസിക്കലായിട്ട് എത്രയും കൂടെ ഉയർന്ന പടിയിലുള്ള ജീവിയാണെങ്കിൽ ഹൈന ആ ഫിസിക്കൽ സ്ട്രെങ്തിനെ ഓവർകം ചെയ്യുന്നത് ഹൈനയുടെ മൗത്തിൻ്റെ ശക്തി ഉപയോഗിച്ചിട്ട്, അതിനെ കടിക്കാനുള്ള കഴിവ് ഉപയോഗിച്ചിട്ടാണ്. ദെൻ അതിൻ്റെ ഇൻ്റലിജൻസ്. അപ്പം ഇത്തരത്തിൽ ഒരു സ്പീഷീസ് ഇൻട്രാക്ഷനിൽ അതിൻ്റെ ഇൻ്റലിജൻസും അതിൻ്റെ ബൈറ്റിംഗ് പ്രോപ്പർട്ടിയും ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഇത്തരം കോമ്പറ്റീഷനിലൂടെയാണ്. ദെൻ ഇത് എവല്യൂഷണറി ചേഞ്ചസിന് ഇടയാക്കും. പോപ്പുലേഷൻ്റെ ഡെൻസിറ്റി, ഏതെങ്കിലും പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുന്നതിനോ കുറയുന്നതിനോ ഒക്കെ ഇത്തരം കോമ്പറ്റീഷൻ ഇടയാക്കും. ഇപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുമ്പോൾ ഹൈനയുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഹൈനയുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈന പിടിക്കുന്ന ജീവജാലങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പം ഇവിടെ ടൈഗറിൻ്റെ കേസ്, ഇവിടെ ഒരു സർവേ, ഇന്ത്യയിലെ ടൈഗറിൻ്റെ കണക്ക് 2006 മുതൽ 2018 വരെയുള്ള ഒരു സർവേയുടെ കണക്കാണ്. 2006 1411 ടൈഗറാണ് ഉണ്ടായിരുന്നെങ്കിൽ 2018 വരുമ്പോഴേക്കും അതിൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് 2967 കൂടിയിരിക്കുന്നു. അപ്പം ആ കൂടിയിരിക്കുന്നു എന്ന് പറയുന്നത് ആ ഒരു കോമ്പറ്റീഷൻ, അതായത് ഇൻ്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ. കാരണം ഇവിടെ പ്രെഡേറ്റർ റിലേഷൻഷിപ്പാണ് ടൈഗറിൻ്റെ കേസിലുള്ളത്. ടൈഗറിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്രേ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പോപ്പുലേഷൻ കൂടാനുള്ള ഒരു കാരണം. പിന്നീട് അതിൻ്റെ പോച്ചിങ്, അതിനെ വെടിവെച്ച് അല്ലെങ്കിൽ അതിനെ കൊല്ലുന്നതിൻ്റെ അളവ് മുമ്പത്തിൽ നിന്നും കുറഞ്ഞിരിക്കുന്നു. അതായത് അപ്പോൾ ഇത്തരം ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ടൈഗറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ ഒരു കോമ്പറ്റീഷനിൽ, അല്ലെങ്കിൽ അത് ടൈഗർ എക്കോളജിക്കലുമായിട്ട് ഇടപെടുന്ന കോമ്പറ്റീഷനിൽ ടൈഗറിൻ്റെ എണ്ണം കൂട്ടാൻ ഇടയാക്കി എന്നുള്ളത് കാണിക്കുന്നത് ഇത് അതിൻ്റെ സർവൈവൽ കപ്പാസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ എക്കോസിസ്റ്റം ഫേവറബിൾ ആണ് എന്നുള്ളതാണ്. ദെൻ ഇവിടെ 4 ടൈഗറിൻ്റെ പടം കൊടുത്തിരിക്കുന്നു. അതായത് ഇത് എവല്യൂഷണറി ചേഞ്ചസ് ആണ്. ഇത് എവല്യൂഷണറി ചേഞ്ചസ് ആണ്. അതായത് ഇത്തരം എവല്യൂഷണറി ചേഞ്ചസ് വളരെ കൂടുതലായിട്ടുണ്ടാകുന്നതല്ല, വളരെ അപൂർവമായിട്ടുണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ഇതിനെ നമ്മൾ ആൽബിനിസം എന്നോ, അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് ആൽബിനിസം എന്നല്ല പറയുന്നത്, ബോഡി കളർ ചേഞ്ച് ഉണ്ടാകുന്ന ഒരു പ്രോസസ്സുണ്ട്. അതായത് മെലാനിൻ കണ്ടന്റ് വ്യത്യാസപ്പെട്ട് വരുന്ന ഒരു പ്രോസസ്സുണ്ട്. ഇതിനെ നമ്മൾ ലൂക്കിസ്റ്റിസം എന്നാണ് പറയുക. ലൂക്കിസ്റ്റിക് കണ്ടീഷൻ എന്നാണ് പറയുക. അതായത് മെലാനിൻ കണ്ടന്റ് കുറഞ്ഞു പോകുന്ന അവസ്ഥ. അപ്പം ഇത്തരത്തിലുള്ള ഇൻ്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ ഒന്നുകിൽ ബെനിഫിഷ്യൽ ആകാം. അതായത് കടുവയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ബെനിഫിഷ്യൽ ആകാം, ചിലപ്പോൾ ഡെട്രിമെൻ്റൽ ആകാം. അല്ലെങ്കിൽ ലയണിൻ്റെ ഒക്കെ പോപ്പുലേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഡെട്രിമെൻ്റലാണ്. ഇന്ത്യയിൽ ചീറ്റയുടെ പോപ്പുലേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഡെട്രിമെൻ്റൽ ആകാം. അപ്പം ഒന്നുകിൽ ബെനിഫിഷ്യൽ, കാരണം ചീറ്റയുടെ പോപ്പുലേഷൻ, ചീറ്റ ഇന്ത്യയിൽ തന്നെ ഇല്ല എന്ന് പറയാൻ പറ്റും. ഇന്ത്യയിലുള്ള ചീറ്റയെ നമുക്ക് അറേബ്യൻ നാടുകളിലാണ് ഇപ്പം അവശേഷിക്കുന്ന ചീറ്റ പോലെയുള്ള കാർണിവോഴ്സ് ഉള്ളത്. അപ്പം ഇത്തരം ഇൻ്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ ഒന്നുകിൽ ബെനിഫിഷ്യൽ ആകാം അല്ലെങ്കിൽ ഡെട്രിമെൻ്റൽ ആകാം. ദെൻ അതിനകത്ത് പോസിറ്റീവ് ഇൻട്രാക്ഷൻസ് നോക്കാം. പോസിറ്റീവ് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻട്രാക്ടിങ് പോപ്പുലേഷൻ ഹെൽപ്പ് ടു വൺ അനദർ. ഇൻ്റർ സ്പെസിഫിക് കോമ്പറ്റീഷനിലെ ഒരു ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷനാണ് പോസിറ്റീവ് ഇൻട്രാക്ഷൻ, ഇൻ്റർ സ്പെസിഫിക്. അപ്പം ഒന്ന് മറ്റൊന്നിനെ സഹായിക്കുന്ന തരത്തിലുള്ള ഇൻട്രാക്ഷനെയാണ് നമ്മൾ പോസിറ്റീവ് ഇൻട്രാക്ഷൻ എന്ന് പറയുക. ഇറ്റ് മേ ബി ഇൻ വൺ വേ ഓർ മ്യൂച്വൽ. ഒന്നുകിൽ ഒരു വൺ വേ റിലേഷൻഷിപ്പ് ആകാം, അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് ആകാം ഈ പോസിറ്റീവ് ഇൻട്രാക്ഷൻ. ഇൻ റെസ്പെക്ട് ഓഫ് ഫുഡ്, ഷെൽട്ടർ, സബ്സ്ട്രേറ്റം ഓർ ട്രാൻസ്പോർട്ടേഷൻ. അപ്പം ഈ പോസിറ്റീവ് ഇൻട്രാക്ഷൻ ഒന്നുകിൽ ഭക്ഷണത്തിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ ഇവിടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാകാം. ഇപ്പം ഇവിടെ മുഞ്ഞയുടെയും ഉറുമ്പിൻ്റെയും ഒരു പടമാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഷെൽട്ടറിന് വേണ്ടിയിട്ടാകാം. പക്ഷേ നമ്മൾ പാരസൈറ്റ് പോലെയുള്ളതാണെന്നെങ്കിൽ ഷെൽട്ടറിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ ഷെൽട്ടറിന് വേണ്ടിയിട്ടോ സബ്സ്ട്രേറ്റത്തിന് വേണ്ടിയിട്ടോ, ഇപ്പം നമ്മൾ സബ്സ്ട്രേറ്റത്തിനാണെന്നുണ്ടെങ്കിൽ ഹെർമിറ്റ് ക്രാബിൻ്റെ സബ്സ്ട്രേറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രാക്ഷനാണ് ഉള്ളത്. അതുപോലെ സീ അനിമോണിൻ്റെ ഒക്കെ സബ്സ്ട്രേറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവ് ഇൻട്രാക്ഷനാണ് ഉള്ളത്. അപ്പം പോസിറ്റീവ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഇൻട്രാക്ടിങ് പോപ്പുലേഷൻ ഹെൽപ്പ് വൺ അനദർ ഇൻ റെസ്പെക്ട് ഓഫ് ഫുഡ്,
ഷെൽട്ടർ, സബ്സ്ട്രേറ്റം ഓർ ട്രാൻസ്പ്ലാന്റേഷൻ. അതാണ് നമ്മൾ പോസിറ്റീവ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള പോസിറ്റീവ് ഇൻട്രാക്ഷൻ ഉണ്ട്. ദ പോസിറ്റീവ് ഇൻട്രാക്ഷൻ മേ ബി കണ്ടിന്യൂസ്. ഒന്നുകിൽ ഇത് കണ്ടിന്യൂസ് ആകാം, അല്ലെങ്കിൽ പാസിംഗ് ആകാം, ഓബ്ലിക് ആകാം, ഫാക്കൽറ്റേറ്റീവ് ആകാം. ഇപ്പോൾ പോസിറ്റീവ് ഇൻട്രാക്ഷനെ വീണ്ടും പലതരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. ദെൻ കണ്ടിന്യൂസ്, തുടർച്ചയായിട്ട് ഇൻട്രാക്ഷൻ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് സ്പീഷീസുകൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഇൻട്രാക്ഷനാണ് കണ്ടിന്യൂസ് എന്ന് പറയാം. പാസിംഗ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ ഒരു പാസിംഗ് ഇൻട്രാക്ഷനാണ്, കണ്ടിന്യൂസ് ഇൻട്രാക്ഷൻ അല്ല. ഇപ്പോൾ പാസിംഗ് ആകാം. ദെൻ ഒബ്ലിക് ആകാം, അതായത് അതിൻ്റെ സർഫസിലോ ഒക്കെ ഇത് ഒബ്ലിക്കായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനാണ്. ഓർ ഫാക്കൽറ്റേറ്റീവ്, അതായത് പരസ്പരം ബെനിഫിറ്ററി അല്ലാത്ത തരത്തിലുള്ള ഒരു ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ഇൻട്രാക്ഷൻ ആകാം. Then the two interacting patterns may be close contact in such a way that the tissue intermixed with each other, or they may be live within a specific area of other or attached to the tissue. ഈ പോസിറ്റീവ് ഇൻട്രാക്ഷനിൽ ഒന്നുകിൽ ടിഷ്യൂവിനകത്ത് പാരസൈറ്റിക് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ആൽക്കയും ഫംഗസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലോ, ഒന്നിനോട് ചേർന്നിട്ടാണ് എന്ത് ചെയ്യുക, ജീവിക്കുക. അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് എൻസൈമിന് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്ത് ജീവിക്കുന്ന റിലേഷൻഷിപ്പ് മൈക്രോ ഓർഗാനിസത്തിന് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. അത് ഇൻ്റർ സ്പെസിഫിക് റിലേഷൻഷിപ്പാണ്. അവിടെയും എന്താണ്, ടിഷ്യൂ കോശങ്ങൾക്ക് ഇടയിൽ അല്ലെങ്കിൽ ശരീരകലകൾക്കിടയിൽ പരസ്പര ബന്ധമുണ്ട്. ഓർ ദേ ലീവ് വിത്തിൻ എ സ്പീഷീസ് ഏരിയ ഓഫ് അതർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ജീവിയുടെ ശരീരത്തിനകത്ത് ജീവിക്കുക. അപ്പോൾ ഇത് സാധാരണയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഫിഷസിൻ്റെ അകത്ത് ജീവിക്കുന്ന ഒരു പാരസൈറ്റാണ്. ഇത് ആ ഒരു പാരസൈറ്റിക് റിലേഷൻഷിപ്പാണ്. അപ്പം ഇവിടെ ചില പാരസൈറ്റ് ബെനിഫിഷ്യലാണ്, ചിലത് എന്താണ് ഈ പറയുന്നത് പോലെ പാരസൈറ്റിക് റിലേഷൻഷിപ്പാണ്. അതായത് ഒരു സ്പീഷീസിന് മാത്രമേ ബെനിഫിറ്റ് ഉണ്ടാക്കത്തുള്ളൂ. ഇപ്പം ഇവിടെ ഇത് ചില കേസിൽ മ്യൂച്വൽ റിലേഷൻഷിപ്പ് ഉണ്ടതും ഉണ്ട്. then ഇത് ഹെർമിറ്റ് ക്രാബാണ്. ഹെർമിറ്റ് ക്രാബിൻ്റെ ഒരു പ്രത്യേകത, ഡെഡായിട്ടുള്ള ഷെല്ലിലാണ് എന്ത് ചെയ്യുക, ഇത്തരം ഹെർമിറ്റ് ക്രാബ് അതിൻ്റെ സർവൈവലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. പലതരത്തിലുള്ള പോസിറ്റീവ് ഇൻട്രാക്ഷൻസ് ഉണ്ട്. അതിനകത്ത് 1 മ്യൂച്വലിസം, 2 കമൻസലിസം, 3 ഫോട്ടോ കോപ്പറേഷൻ, 4 പോളിനേഷൻ. 4 പോസിറ്റീവ് ഇൻട്രാക്ഷൻ, സ്പീഷീസ് ഇൻട്രാക്ഷനെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. മ്യൂച്വലിസം, കമൻസലിസം, ഫോട്ടോ കോപ്പറേഷൻ ആൻഡ് പോളിനേഷൻ. നമുക്കിന്ന് മ്യൂച്വലിസം എന്താണെന്ന് നോക്കാം. മ്യൂച്വലിസത്തെ നമ്മൾ സിംബയോസിസ് എന്നാണ് പറയുക. ഇറ്റ് ഈസ് എ പോസിറ്റീവ് ടൈപ്പ് ഓഫ് എക്കോളജിക്കൽ ഇൻട്രാക്ഷൻ. ഇതൊരു പോസിറ്റീവ് ടൈപ്പ് ഓഫ് ഇക്കോളജിക്കൽ ഇൻട്രാക്ഷനാണ് മ്യൂച്വലിസം എന്ന് പറയുന്നത്. പോസിറ്റീവാണ്. അല്ലെങ്കിൽ സിംബയോസിസ്, പരസ്പര ധാരണയിൽ ജീവിക്കുക. Mutualism is a symbiotic association between two organisms in which both are interacting partners are mutually benefited. 2 ജീവികളും എന്താണ്, പാർട്ട്ണർമാരാണ്. 2 പേർക്കും തുല്യമായിട്ടുള്ള പ്രയോജനമുണ്ട്. In mutualism, the organism enter into some sort of physical and physiological exchange എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മ്യൂച്വലിസത്തിൽ പരസ്പര ധാരണയാണുള്ളത്. ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ട്. ഫിസിക്കൽ കോണ്ടാക്റ്റിനോടൊപ്പം തന്നെ എന്താണ്, ഫിസിയോളജിക്കൽ എക്സ്ചേഞ്ചും ഉണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പടമാണ്. ഈ പടം നോക്കുക. ഇത് മുഞ്ഞയും ഉറുമ്പുമായിട്ടുള്ള ഒരു ബന്ധമാണ്. മുഞ്ഞയെ സംബന്ധിച്ചിടത്തോളം മുഞ്ഞയ്ക്ക് സ്വയം എന്താണ്, ഒരു സ്ഥലത്തേക്ക് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങി അല്ലെങ്കിൽ എത്തിപ്പെടാനായിട്ട് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ചലിക്കാൻ സാധ്യം അത്രത്തോളം വേഗതയില്ല, ചലിക്കാത്ത എന്ന് തന്നെ പറയാൻ പറ്റും. ഒരു പ്ലാന്റിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിപ്പെടാനായിട്ട് ഉറുമ്പാണ് ഈ മുഞ്ഞയെ എന്ത് ചെയ്യുന്നത്, സഹായിക്കുക. അപ്പോൾ ട്രാൻസ്പോർട്ടേഷനാണ് മുഞ്ഞയെ സംബന്ധിച്ചിടത്തോളം ഉറുമ്പിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. തിരിച്ച് ഉറുമ്പിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഉറുമ്പിന് ഈ മുഞ്ഞയിൽ നിന്ന് ഒരു സെക്രീഷൻ, മുഞ്ഞ ഒരു സെക്രീഷൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഒരു ജ്യൂസ് പോലെയുള്ള സാധനം. ഈ ജ്യൂസ് ഉറുമ്പ് എന്ത് ചെയ്യാറുണ്ട്, അതിൻ്റെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പം ഈ ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ജ്യൂസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ഈ മുഞ്ഞയെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഇതൊരു മ്യൂച്വലിസമാണ്. പരസ്പരം ഫിസിയോളജിക്കൽ കോണ്ടാക്റ്റ് ഉണ്ട്,
ഫിസിയോളജിക്കൽ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അതാണ് ഒരു മ്യൂച്വലിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഇത് മ്യൂച്വലിസത്തിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ്. ഇവിടെ ഒരു ഫിസിയോളജിക്കൽ കോണ്ടാക്റ്റ് ഉണ്ട്, ഫിസിയോളജിക്കൽ എക്സ്ചേഞ്ച് ഉണ്ട്. ഫിസിയോളജിക്കൽ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ വൺ സൈഡ് എക്സ്ചേഞ്ച് ആണ്. ഈ പറയുന്നത് പോലെ ബേർഡ് ഇതിനൊന്നും കൊടുക്കുന്നില്ലെങ്കിലും പക്ഷേ ഇതിൻ്റെ പുറത്തുള്ള ഈ ചെള്ളിനെയൊക്കെ നീക്കം ചെയ്യുന്നതിൽ ഇതിന് പ്രധാനപ്പെട്ട റോളുണ്ട്. അപ്പം സ്വയം നീക്കം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ റോള് മ്യൂച്വലിസമാണ്, അല്ലെങ്കിൽ ആ റോള് നമ്മൾ മ്യൂച്വലിസം എന്ന് പറയാൻ കഴിയും. ഇനി മറ്റ് എക്സാമ്പിൾസ് നോക്കാം. ലൈക്കൺസും ഫംഗസും തമ്മിലുള്ള ഒരു ക്ലാസിക്കൽ എക്സാമ്പിളാണ് മ്യൂച്വലിസത്തിനുള്ളത്. അതായത് ദ ബോഡി ഓഫ് ലൈക്കൺ കമ്പോസ്ഡ് ഓഫ് ഫംഗസ് മാട്രിക്സ് ഇൻ വിച്ച് ദ ആൽഗൽ സെൽസ് ആർ എംബഡഡ്. അപ്പം ലൈക്കണിനെ സംബന്ധിച്ചിടത്തോളം ലൈക്കണിൻ്റെ ശരീരത്തിൽ ലൈക്കണിനകത്താണ് എന്തുള്ളത്? ഫംഗസ് ഉണ്ട്. ലൈക്കണിനുള്ളിലായിട്ട് ഫംഗസ് നിറഞ്ഞിരിക്കുന്നു. ദ ഫംഗൈ പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു ആൽഗൽ കമ്പോണൻസ്. ഫംഗസ് ഇവിടെ ആൽഗയ്ക്ക് എന്ത് നൽകുന്നു? പ്രൊട്ടക്ഷൻ നൽകുന്നു. കാരണം ഫംഗസ് പലപ്പോഴും അത് പോയിസണസ് ആണ്. അപ്പോൾ ആൽഗയ്ക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന റോള് ഫംഗസിനുണ്ട്. ദെൻ ആൻഡ് ആൾസോ പ്രൊവൈഡ് മോയ്സ്ചർ ആൻഡ് ന്യൂട്രിയൻസ് ടു ദം. ഫംഗസ് എന്ത് ചെയ്യുന്നു? ആൽഗയ്ക്ക് ന്യൂട്രിയൻസും മോയ്സ്ചറും പ്രൊവൈഡ് ചെയ്യുന്നു. തിരിച്ച് ഫംഗസിന് കൊടുക്കുന്നത്, ആൽഗയ്ക്കും ഫംഗസിനും തമ്മിലുള്ള പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ആൽഗയ്ക്ക് ഫോട്ടോസിന്തറ്റിക് പ്രോസസ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടത്താനുള്ള കഴിവുണ്ട്. ഫംഗസിന് ആ ഒരു കഴിവില്ല. അപ്പം ആൽഗയ്ക്കുള്ള കഴിവ് ഫോട്ടോസിന്തസിസ് നടക്കാൻ ഗ്രീൻ കളറുള്ളതായതുകൊണ്ട് ഫോട്ടോസിന്തസിസ് നടത്തുന്നു. അപ്പം ഫംഗസ് മോയ്സ്ചറും ന്യൂട്രിയൻസും ആൽഗയ്ക്ക് സപ്ലൈ ചെയ്യുമ്പോൾ ആൽഗെ തിരിച്ച് കാർബോഹൈഡ്രേറ്റ് ഫംഗസിന് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ക്ലാസിക്കൽ എക്സാമ്പിളാണ്, നമ്മുടെ എക്കോസിസ്റ്റത്തിൽ കാണാൻ കഴിയുന്ന ഒരു ക്ലാസിക്കൽ എക്സാമ്പിളാണ് ഫംഗസും ആൽഗയും തമ്മിലുള്ള മ്യൂച്വലിസം എന്ന് പറയുന്നത്. ഇനി സിംബയോട്ടിക് ഫിക്സേഷൻ, നൈട്രജൻ ഫിക്സേഷൻ, ഇറ്റ് ഈസ് ഓൾസോ എ പോസിറ്റീവ് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ മ്യൂച്വലിസം. Can be seen in symbiotic nitrogen fixation of rhizobium associated with the root nodules of leguminous plants. അപ്പോൾ ലെഗുമിനസ് പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള നൈട്രജൻ എന്ന് പറയുന്നത് വളരാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസൈസിങ് മെറ്റീരിയലാണ്. അപ്പം അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്യുന്നതിൽ ഈ റൈസോബിയം എന്ന് പറയുന്ന ഇതിൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയ ലെഗുമിനസ് പ്ലാന്റ്സിന് അല്ലെങ്കിൽ പീ പ്ലാന്റിന് നൈട്രജൻ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. തിരിച്ച് പ്ലാന്റ് ഈ ബാക്ടീരിയയ്ക്ക് സർവൈവ് ചെയ്യാനായിട്ടുള്ള ഒരു ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ പോളിനേഷൻ ബൈ ആനിമൽസ്, bees, moths, butterflies, etc. derive food from the nectar of plants and return bring out pollination. അപ്പം മറ്റ് പോസിറ്റീവ് ഇൻട്രാക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ബീസും മോത്ത്സും ബട്ടർഫ്ലൈസ് ഒക്കെ പോളിനേഷൻ നടത്തുന്നത് വഴി പ്ലാന്റ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ, അവിടെ പ്ലാന്റ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് നമ്മൾ ബയോളജിക്കൽ ഇൻട്രാക്ഷനിൽ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞതാണ്. ഇപ്പം ഇവിടെ പോളിനേഷൻ വഴി പ്ലാന്റ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ സഹായിക്കുന്നത് ഈ തരത്തിലുള്ളൊരു മ്യൂച്വലിസം എന്ന് പറയുന്ന പോസിറ്റീവ് ഇൻട്രാക്ഷനാണ്. മറ്റൊരു ക്ലാസിക്കൽ എക്സാമ്പിളാണ് അസോസിയേഷൻ ബിറ്റ്വീൻ ടെർമൈറ്റ്സ് ആൻഡ് ട്രൈക്കോനിംഫ. ട്രൈക്കോനിംഫ എന്ന് പറയുന്നത് ഒരു പ്രോട്ടോസോനാണ്. ഇതാണ് ട്രൈക്കോനിംഫയുടെ പാഠം. ടെർമൈറ്റിൻ്റെ വയറിനകത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്ത് ജീവിക്കുന്ന ഒരു പാരസൈറ്റാണ്, ഒരു പ്രോട്ടോസോവനാണ്. പാരസൈറ്റ് അല്ല, പ്രോട്ടോസോവനാണ് ട്രൈക്കോനിംഫ എന്ന് പറയുന്നത്. ചെതിൽ നമുക്കറിയാം, ചെതിൽ പ്രധാനമായിട്ടും ഫീഡ് ചെയ്യുന്നത് പ്ലാന്റ്സിനെയാണ്, ഡെഡായിട്ടുള്ള പ്ലാന്റ് മെറ്റീരിയൽസിനെയാണ്. അപ്പോൾ ഈ പ്ലാന്റ് മെറ്റീരിയൽസിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, പ്ലാന്റിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ സെല്ലുലോസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ പ്ലാന്റ്സിൻ്റെ ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെല്ലുലോസിനെ സംബന്ധിച്ചിടത്തോളം സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ടെർമൈറ്റ്സിന് സാധ്യമല്ല, ടെർമൈറ്റ്സിന് കഴിയത്തില്ല. അപ്പോൾ പിന്നെ ആരാണ് ഈ സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ടെർമൈറ്റിൻ്റെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിനകത്ത് കാണപ്പെടുന്ന ഒരു ഓർഗാനിസം ഉണ്ട്, ഒരു പ്രോട്ടോസോനുണ്ട്. ഈ പ്രോട്ടോസോവിൻ്റെ പേരാണ് ട്രൈക്കോനിംഫ എന്ന് പറയുന്നത്. ട്രൈക്കോനിംഫ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ, ട്രൈക്കോനിംഫ ക്യാൻ പ്രൊഡ്യൂസ് ഡൈജസ്റ്റീവ് എൻസൈംസ് ആൻഡ് ദേ ഡൈജസ്റ്റ് സെല്ലുലോസ് ഓഫ് ഫുഡ്. ട്രൈക്കോനിംഫ ചില ഡൈജസ്റ്റീവ് എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കും. ഈ ഡൈജസ്റ്റീവ് എൻസൈം എന്ത് ചെയ്യും?
ടെർമൈറ്റ് കഴിക്കുന്ന സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്തെടുക്കും. ട്രൈക്കോനിംഫയ്ക്ക് ഇവിടെ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ട്രൈക്കോനിംഫ ഇൻ ടേൺ ഒബ്റ്റെയിൻ ഫുഡ് ആൻഡ് ഷെൽട്ടർ ഫ്രം ടെർമൈറ്റ്. ടെർമൈറ്റിൽ നിന്നും ഭക്ഷണവും ഷെൽട്ടറും ട്രൈക്കോനിംഫയ്ക്ക് കിട്ടുന്നു. അപ്പോൾ ഇതൊരു ക്ലാസിക്കലായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട എക്സാമ്പിളാണ്. അപ്പോൾ ഈ രണ്ട് എക്സാമ്പിൾ നമ്മൾ ഇതുമായിട്ട് മ്യൂച്വലിസവുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. അപ്പോൾ പോസിറ്റീവ് സ്പീഷീസ് ഇൻട്രാക്ഷനിൽ ഇത്തരം നമുക്കൊരു ദീർഘമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പല പല ക്ലാസ്സുകളിലായിട്ട് മ്യൂച്വലിസം, കമൻഷ്യലിസം, അമെൻഷ്യലിസം, ഓട്ടോ കോപ്പറേഷൻ, കോവല്യൂഷൻ തുടങ്ങിയ ടോപ്പിക്കുകൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഈ ക്ലാസ് കേട്ടതിന് ശേഷം ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ് ഇതോടെ അവസാനിക്കും.